ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. പുറം പറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഒരു കാര്യത്തെയോ വ്യക്തിയെയോ സാഹചര്യത്തെയോ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കുന്നതിനെയാണ് പരിഗണന എന്ന് പറയുന്നത്. നമ്മെ മറ്റുള്ളവർ വേണ്ടതുപോലെ പരിഗണിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന മനപ്രയാസം വലുതാണല്ലോ. അവഗണിക്കപ്പെട്ടു എന്ന തോന്നൽ നമ്മെ വേദനിപ്പിച്ചെന്ന് വരാം. ഉദാഹരണത്തിന്, ഒരു അപേക്ഷ സമർപ്പിച്ച് അതിൽ അധികാരികൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അനുകൂലമായ പ്രതികരണം വന്നാൽ അത് സന്തോഷത്തിന് വക നൽകുന്നു. അവഗണിക്കപ്പെട്ടാൽ നിരാശ വന്നെന്നും വരാം. എന്നാൽ ഈ വിഷയത്തിൽ ബൈബിൾ എന്തു പറയുന്നു എന്ന് പരിശോധിക്കാം. സങ്കീർത്തനങ്ങൾ 116:1 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കർത്താവ് എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നു. അവിടുന്ന് തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഒരു ഭക്തൻ പറയുകയാണ്, ദൈവം എൻ്റെ പ്രാർത്ഥനയും യാതനകളും പരിഗണിച്ചു, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു, അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ എനിക്ക് ദൈവത്തോട് നന്ദിയും സ്നേഹവുമുണ്ട്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്കും ഉണ്ടായിട്ടില്ലേ? എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്, അതും വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു. ജീവിതത്തിൽ പാപം വെച്ച് പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം പരിഗണിക്കുകയില്ല. ദാവീദ് എന്ന ഭക്തൻ പിന്നെയും പറയുകയാണ്, എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 66:18-20 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളെയും മഹത്തായ പ്രവൃത്തികളെയും പരിഗണിക്കുവാൻ അഥവാ വിചിന്തനം ചെയ്യുവാൻ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. എൻ മനമേ, കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനങ്ങൾ 103:2. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് ദൈവം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ ദിവ്യശക്തിയും ദിവ്യത്വവുമായി, നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവിടുത്തെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. എന്നാൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവിടുന്ന് ദൈവമെന്ന് ഓർത്ത് മഹത്വപ്പെടുത്തുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. റോമർ 1:19-21 വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പരിഗണന എങ്ങനെയാണ് എന്ന് ചിന്തിക്കാം. ഇനി മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമ്മുടെ പരിഗണന എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് പരിഗണിച്ചു കൊള്ളുവിൻ. ഫിലിപ്പിയർ 2:3. മറ്റുള്ളവരുടെ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയണം. ഇനി ആരാധനയുള്ള ബന്ധത്തിൽ നമ്മുടെ പരിഗണന പ്രകാരമാണ്. സഭായോഗങ്ങളെ മനഃപൂർവ്വം അവഗണിക്കാറുണ്ടോ? ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാത്തതിൻ്റെ ലക്ഷണമാണ് ആരാധനാ കൂടിവരവിൽ പങ്കെടുക്കാതിരിക്കുന്നത്. എബ്രായർ 10:24 വാക്യം അത് വ്യക്തമാക്കുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുക്കുന്നത് അപകടകരമായ ലക്ഷണമാണ്. ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ യേശു കർത്താവിനെ പരിഗണിക്കുവാൻ അഥവാ ധ്യാനിക്കുവാൻ കഴിഞ്ഞാൽ അനുഗ്രഹ ജീവിതം ഉറപ്പാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് എങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. എബ്രായർ 12:3. പ്രിയമുള്ളവരെ, തക്ക സമയത്ത് കരുണ ലഭിപ്പാനും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. നമ്മെ തള്ളിക്കളയാതെ പരിഗണിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഗോഡ് ബ്ലസ് യു. ഞാൻ നാട്ടുലീവായി